വായിച്ചട്ടെ. 5, minus 5/2, 5/4, minus 5/8. 5, minus 5/2, 5/4, 5/4, minus 5/8. എക്സെട്ര എന്നിങ്ങനെ പോകുന്നൊരു ജി പി ഉണ്ട്. അപ്പോൾ ഈ ജി പിയിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉടനെ എഴുതാം. എന്തൊക്കെയായിരിക്കും എഴുതാൻ പറ്റുന്നത്? ഹൗസിയ, ഇവിടുന്ന് എന്തൊക്കെ എഴുതാൻ പറ്റും നമുക്ക്? ഫസ്റ്റ് ടേം കോമൺ റേഷ്യോ. ഫസ്റ്റ് ടേം എ ഈക്വൽ എത്ര? 5. അടുത്ത കോമൺ റേഷ്യോ ആർ ഈക്വൽ minus 5/2 divided by 5. ഒരു സെക്കൻഡ്. പറഞ്ഞാട്ടെ. കോമൺ റേഷ്യോ ആർ ഈക്വൽ minus 5/2 divided by r. ഡിവൈഡ് ബൈ 5. divided by 5. ഈക്വൽ -5/2. ഈ ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറും? ഇൻറ്റു ആയിട്ട് മാറും. 5 എന്തായി മാറും? 1/5 ആവും. 5ഉം 5 കൂടെ വെട്ടിപ്പോവും. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? -1/2. ഇവിടം വരെ ഓക്കെ ആണോ? സാർ എന്ത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഒരു സെക്കൻഡ്, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ സാർ. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എന്ത് ടേം എത്രയാണ്? ഇതിന്റെ എന്ത് ടേം എത്ര? 5/1024 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഫൗസിയ? അതെ സർ. ഓക്കെ. ഈ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ ഫൗസിയ? മറന്നുപോയോ? AR raised to n-1 ഈക്വൽ 5/1024 ആണോ? ഓക്കെ. എയുടെ വില 5 ഇൻറ്റു r raised to -1/2 raised to n-1 ഈക്വൽ 5/1024. ശരിയാണോ? ആണോ? LHSലും RHSലും ഒരുപോലുള്ള 5നെ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പം -1/2 raised to n is equal to ഇതിനെ നമുക്ക് ഒന്ന് ഫാക്ടറൈസേഷൻ നടത്താം അല്ലേ? അപ്പോൾ 1/ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു 1024 ഉണ്ട്. സൈഡിലോട്ട് മാറ്റി എഴുതിക്കേ. 1024 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് അല്ലേ? 2 കൊണ്ട്. അപ്പോൾ എത്ര കിട്ടും? 2 5 10, 2 1 2, 2 2 4. 512നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 2 4, ശിഷ്ട 1 ഇപ്പുറത്തോട്ട് ചേർത്ത് വായിക്കുമ്പോൾ 11, 2 5 10, ശിഷ്ട 1 ഇപ്പുറത്തോട്ട് ചേർത്ത് വായിക്കുമ്പോൾ 12, 2 6 12 ആണോ? 256നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 1 2, 2 2 4, ശിഷ്ട 1 16, 2 8 16. 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 6 12, 2 4 8. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 32. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പം 2 raised to പറഞ്ഞേ 1 2 3 4 5 6 7 8 9 10. അപ്പം എത്ര കിട്ടും? 2 raised to 10. ഇനിയാണ് ഒരു ചെറിയ പ്രശ്നം. ഇടതുവശത്ത് കിടക്കുന്നത് -1/2 raised to 10. വലതുവശവും അതേപോലെ വന്നാലേ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ആരുടെ വില പറയാൻ പറ്റൂ? എന്നിൻ്റെ വില. അപ്പം ഞാനൊരു സ്റ്റെപ്പ് എഴുതാൻ ശരിയാണെന്ന് പറയണം. -1/2 raised to n ഈക്വൽ -1/2 raised to 10 എന്നെഴുതിയാൽ ശരിയോ തെറ്റോ? ശരിയാ. എന്താ കാരണം?
നെഗറ്റീവിൻ്റെ പവറായിട്ട് വന്നിരിക്കുന്ന 10 ഈവൻ നമ്പരാണ്. അപ്പോൾ ആൻസർ എന്തായിക്കോളും? പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ 1/10 1ഉം വരും, ബൈ 2/10 വരത്തില്ലേ? ആണോ ഫൗസിയ? ആണ് സർ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്നിൻ്റെ വില എത്ര കിട്ടും? എന്നിൻ്റെ വില എത്ര കിട്ടും? 10 എന്ന് പറഞ്ഞാൽ ഈ ജോമെട്രി പ്രോഗ്രഷനിലെ n-1 ഏതാ? ശരിയാ, 1/2 അല്ലേ? ഇവിടെ n-1 അല്ലയോ? അപ്പൊ n-1ന്റെ വിലയാണ് 10 എന്ന് പറയുന്നത്, അല്ലയോ? ആരും മിണ്ടുന്നില്ല. n-1ന്റെ വിലയല്ലേ 10 എന്ന് പറയുന്നത്. അപ്പൊ n ഈക്വൽ 10 + 1 ഈസ് ഈക്വൽ ടു 11. ആദ്യത്തെ n ഈക്വൽ 10 അല്ല ആൻസർ, n ഈക്വൽ 11 എന്നുള്ള ആൻസറാണ് ശരിയായിട്ടുള്ളത്. ഇപ്പൊ ഡൗട്ട് മാറിയോ? ആരോ എന്നോട് ഡൗട്ട് ചോദിച്ചായിരുന്നു ഈ പ്രോബ്ലം. ഡൗട്ട് മാറിയോ? മാറി. ഓക്കെ, എഴുതിയെടുത്തോ. നോക്കാം ക്വസ്റ്റ്യൻ. എന്തോ ചെലവേ ചോദ്യം? ചെലവേ എന്തോ ചോദ്യം? 1നും 256നും ഇടയിൽ നമ്മൾ 3 നമ്പറുകൾ ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സീക്വൻസ് ആരായിരിക്കണം? GP. അപ്പോൾ 1 ഈ നമ്പർ G1 എന്നെടുക്കുന്നു, ഇത് G2 എന്നെടുക്കുന്നു, ഇത് G3 എന്നെടുക്കുന്നു. അപ്പോൾ ഇവരിത്രയും പേരൂടെ ചേരുമ്പോൾ കിട്ടുന്ന സീക്വൻസ് എന്ത് സീക്വൻസ് ആയിരിക്കും? GP. ആ GPയിൽ 1 എന്ന് പറയുന്നത് ആരാ? ഫസ്റ്റ് ടൈം. 1 ആരാണ്? 256ഓ? ഫിഫ്ത്ത് ടൈം അല്ലേ? ആണോ? അപ്പോൾ ഫിഫ്ത്ത് ടൈം ഈക്വൽ A5 is equal to 256. ഈ ഫിഫ്ത്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ പിന്നെ വിനായകേ? AR⁻n-1. അപ്പോൾ AR⁻n-1 കൊടുക്കുമ്പോൾ ഇവിടെ എന്തോ കിട്ടും? AR⁻4 -1. അത് 5 - 1 4. അപ്പോൾ എയുടെ വില 1 അല്ലേ? 1 × R⁻4 ഈക്വൽ 256. സോ R⁻4 ഈക്വൽ 4 അല്ല 256. അപ്പോൾ R ഈക്വൽ ഈ 256നെ നമ്മൾ സൈഡിലോട്ട് മാറ്റി ഫാക്ടറൈസേഷൻ നടത്തുന്നു. 256നെ സൈഡിലോട്ട് മാറ്റി ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട്. 4 കൊണ്ടാണ് ചെയ്തത്. ഓക്കെ, 4 കൊണ്ട് ചെയ്യുമ്പോൾ 64. 64. ഓക്കെ, വീണ്ടും 4 കൊണ്ട് ചെയ്യുമ്പോൾ 16. വീണ്ടും 4 കൊണ്ട് ചെയ്യുമ്പോൾ 4. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? R⁻4 ഈക്വൽ 4/4. R⁻4 ഈക്വൽ 4/4. R⁻4 ഈക്വൽ 4/4. അപ്പോൾ R ഈക്വൽ 4. അപ്പോൾ കോമൺ റേഷ്യോ കിട്ടി. അങ്ങനെയാണെങ്കിൽ G1 എന്ന് പറയുന്ന ആളിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വേണ്ട, ഫസ്റ്റ് ടേമായ 1നെ കോമൺ റേഷ്യോ ആയ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അയാളെ കിട്ടത്തില്ലേ? അതാണ് AR എന്ന് പറഞ്ഞത്. അതന്നെ. ഓക്കെ, ഇനി G2 അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? AR². അപ്പോൾ 4 × 4 ഈക്വൽ 16 ആണോ? അപ്പോൾ G3 എങ്ങനെ കണ്ടുപിടിക്കും? R³ അപ്പോൾ 16 × 4 16 4 64. അപ്പോൾ ഏതൊക്കെ നമ്പറുകളാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? 4 16 64. 4 16 64. നേരത്തെ ചെയ്തതല്ലേ? അതാ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ടോ? സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ 12 ആണോ ക്വസ്റ്റ്യൻ? പിന്നെ 2021 മാത്രം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ അത് റഫർ ക്വസ്റ്റ്യൻ ആണ്. ശരി, ഓക്കെ.
ഇനി അതിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ആ ഓർ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് നമുക്ക് വേണ്ട, കാരണം അത് ഇൻഫൈനൈറ്റ് ജി പിയുടെ ആണ്. അപ്പോൾ അഭിനവേ, അഭിനവേ